ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷഫീർ. ഇന്നൊരു ചെറിയ ടിപ്പ്, ചിലപ്പോൾ 2 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മന്ത്രയുടെ ഡിവൈസ് ഇപ്പോൾ പുതിയ L1 അതിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ പഴയത് യൂസ് ചെയ്യാൻ പറ്റില്ല. പുതിയത് യൂസ് ചെയ്യുന്ന പലർക്കും പല മിസ്റ്റേക്കുകൾ പറഞ്ഞിട്ട്. അതായത് ഇപ്പോൾ ഇന്ന് ഒരാൾ ചോദിച്ചിരുന്നു, പാൻ കാർഡ് ചെയ്യുമ്പോൾ ബയോമെട്രിക് എടുക്കണില്ല. അന്ന് അവരുടെ മറ്റുള്ള എല്ലാ അതായത് ഡിജിപേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം അതിൽ വർക്കാവുന്നുണ്ട്. പാൻ കാർഡിന് മാത്രം നമുക്ക് ബയോമെട്രിക്സ് മന്ത്രയുടെ എടുക്കണില്ല. അപ്പോൾ മന്ത്രയുടെ എടുക്കാൻ വേണ്ടി ചെറിയൊരു സെറ്റിങ്സിൽ നമുക്കൊരു ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 99%ഉം അത് ഓക്കെ ആവാൻ വഴിയുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. ചെറിയൊരു വീഡിയോ ആണ്. നമ്മളതിന് തന്നെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ക്രോം // ഫ്ലാഗ് എന്നടിക്കുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ എൻ്റർ കൊടുത്ത് കഴിയുമ്പോൾ എക്സ്പെരിമെൻ്റ് എന്നുള്ളൊരു പേജ് നമുക്ക് ഓണായി വരും. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇവിടെ സെർച്ച് എന്ന് കാണാം. സെർച്ച് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യണം, എലൗ ഇൻവാലിഡ് സർട്ടിഫിക്കറ്റ് ഇവിടെ ഇങ്ങനെ കാണാം. അപ്പോൾ അതിവിടെ ഡിസേബിളായിട്ട് കിടക്കായിരിക്കും എല്ലാവരും. ചിലവരെയൊക്കെ ഓൾറെഡി എനേബിൾ ആയിരിക്കും. അപ്പോൾ ഡിസേബിൾ ആയിട്ടായിരിക്കും കിടക്കുന്നത്. ഡിസേബിൾ ആണെങ്കിൽ നമ്മളത് എനേബിൾ ആക്കുക. എന്നിട്ട് അത്രേ ഉള്ളൂ. അത് എനേബിൾ ആക്കി കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ലോക്കൽ ഹോസ്റ്റ് LOCAL ലോക്കൽ ഹോസ്റ്റ് ഇവിടെ കിടക്കണതാണ്, രണ്ടാമത്തെ കിടക്കണം. അതും ഡിസേബിൾഡ് ആയിരിക്കും. അത് നമ്മൾ എനേബിൾ ആക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ റീലോഞ്ചിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിയർ ചെയ്യും. ഇത്ര ഉള്ളൂ. ഈ 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും CS-ലെ UTA വഴിയായിട്ട് ബയോമെട്രിക് നമ്മളുടെ ഡിവൈസ് എടുക്കുന്നുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 99%ഉം അത് എടുക്കാനാണ് സാധ്യത വെച്ചാണെങ്കിൽ അങ്ങനെയാണ്. ഇതിനു മുമ്പുള്ള ഒരുപാട് കംപ്ലൈൻറ്റുകൾ വന്നിട്ടും ഞാനത് ശരിയാക്കിയിട്ടുള്ളതാണ് ഇങ്ങനെ. അപ്പോൾ ഇത് എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ്. നിങ്ങൾക്കത് വേണമെങ്കിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ട് നോക്കും. അത് ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്നവർ ചെക്ക് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ മറ്റുള്ളവർക്ക് പ്രോബ്ലങ്ങളൊന്നും ഇല്ലെങ്കിലും കൂടിയും നിങ്ങൾ ഇത് എനേബിൾ ആക്കിയിടുന്നത് നല്ലതായിരിക്കും. ഓക്കെ, താങ്ക് യു.